നിങ്ങളുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് ഇസ്ലാം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു യഥാർത്ഥത്തിൽ? എന്റെ പ്രതികരണം അപ്പോഴെനിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷെ എന്റെ കുടുംബത്തിൽ ഞങ്ങൾ 5 മക്കളാണ്. 4 സഹോദരൻ ആൺമക്കളും ഞാൻ ലാസ്റ്റ് ഒരു പെങ്ങളുമാണ്. അപ്പോൾ എനിക്ക് ആ വീട്ടുകാരുമായിട്ടുള്ള സ്നേഹത്തിലും സമൃദ്ധിയിൽ എനിക്ക് ജീവിച്ച് ഇവര് ഗൾഫിലായി ഇസ്ലാം മതം സ്വീകരിച്ച സമയത്ത് ഞങ്ങൾ ആരെയും അറിയിച്ചില്ല. അതിനുശേഷമാണ് വീട്ടിൽ വന്നതിന് ശേഷമാണ് പറയുന്നത് ഇന്നപോലെയാണ് ഞാൻ ഇസ്ലാം. അപ്പോഴെനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീട് അതുമായിട്ട് ജീവിച്ച് ഒരു നല്ലൊരു ജീവിതം, നേരത്തെ നല്ലൊരു ജീവിതമായിരുന്നു. ഇസ്ലാമപരമായിട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു സുരക്ഷിതത്വവും ഏകദൈവ വിശ്വാസവും ശിർക്ക് കലരാത്ത ഒരു വിശ്വാസവും പരലോക ചിന്തയും ഉള്ള, പരലോകത്ത് സ്വർഗത്തിൽ പോകുമെന്നുള്ള വിശ്വാസത്തില് ഉണ്ട്. സ്വർഗവും നരകവും ഉണ്ട്. നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കുടുംബത്തോടെ പോകാം എന്ന് പറഞ്ഞപ്പം ആദ്യമൊന്നും എനിക്ക് നല്ല താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഇതുമായിട്ട് സഹകരിച്ചും ഈ വിശ്വാസവും പ്രസംഗവും അതും ഒക്കെ കേട്ടു വന്നപ്പോഴെനിക്ക് നല്ല ഇഷ്ടമായി. ഞാനും അതിലൊരു സമ്മതിച്ചായിരുന്നു. പിന്നെ നേരത്തെ ഇവരോട് ചോദിച്ചതിൽ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചെങ്കിലും ഞാൻ എൻ്റെ ഭാര്യയെ മക്കളെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് അവർക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ നീ മുസ്ലിം ആവണം എന്ന് ഞാൻ ആരോടെയും പറഞ്ഞിട്ടില്ല. എൻ്റെ വൈഫ് പരാതി പറഞ്ഞല്ലോ, ഞാൻ മുസ്ലിമായപ്പോൾ അറിയിച്ചിട്ടില്ല എന്ന്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ അവകാശമാണ് അവർ തിരഞ്ഞെടുക്കേണ്ട വിശ്വാസവും അവരുടെ ജീവിതവും എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ. അവള് ഈ പർദ്ദ ധരിച്ചത് എന്റെ നിർബന്ധം കൊണ്ടല്ല. മനസ്സിൽ ഒരുപാട് വേദനയോടുകൂടി പർദ്ദ ധരിക്കാതെ എന്റെ വണ്ടിയുടെ ബാക്കിലിരുത്തി ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ബ്ലൗസും സാരിയും കൊടുത്തിട്ട്. എന്നിട്ട് ഞാൻ 8 വർഷത്തോളം ഞാൻ അങ്ങനെ എന്റെ വൈഫിനെ കൊണ്ടു നടന്നു, എന്റെ ഭാര്യയെ കൊണ്ടു നടന്നു. ഞങ്ങൾ തമ്മിൽ അത്ര സ്നേഹമാണ്. എന്നിട്ട് ഞാൻ വേഷം മാറാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അവൾക്ക് സ്വന്തമായി ഇനി ഇങ്ങനെ നടന്ന പറ്റൂല എന്ന്, സ്വന്തമായി ഇതല്ല അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, സ്വർഗം കിട്ടില്ല എന്ന് അവൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ മാത്രമാണ് അവൾ സ്വന്തമായി വേഷം മാറിയത്. ഞാൻ ആരെയും നിർബന്ധിച്ചിട്ടില്ല.